എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 കുട്ടികളുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. മക്കളെ, നമുക്ക് ആദ്യം എന്താണ് ഒരു സെറ്റ് എന്ന് നോക്കാം. എന്താണ് സെറ്റ്? നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. എന്താണ് സെറ്റ് എന്ന് പറയുന്നത്? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റുകളുടെ കളക്ഷനാണ്. ആ ഒരു വേർഡ് ശ്രദ്ധിക്കണം, വെൽ ഡിഫൈൻഡ്. എടാ, വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമേ സെറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി എന്താണ് മക്കളെ വെൽ ഡിഫൈൻഡ് എന്ന് പറയാം? അപ്പം ഒരു സെറ്റ് ആകണമെങ്കിൽ അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. എല്ലാ ഗ്രൂപ്പിനെയും സെറ്റ് എന്ന് വിളിക്കത്തില്ല. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് പറയാം. ഇപ്പം നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയാം, 5ൻ്റെ താഴെ വരുന്ന എണ്ണൽ സംഖ്യകൾ. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. മക്കളെ, നാച്ചുറൽ നമ്പർ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പർ എന്ന് പറയും. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ് നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊരു പേരാണ് കൗണ്ടിങ് നമ്പർ. 1 2 3 4. അപ്പം അങ്ങനെ നോക്കിയാൽ നാച്ചുറൽ നമ്പർ 5ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പർ ആരൊക്കെയാണ്? 1 2 3 4. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 1 2 3 4. ഇതിപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്ന ആൻസർ ഏതായിരിക്കും? ഈ 1 2 3 4 എന്നുള്ള ആൻസർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ആരോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എല്ലാവരും പറയുന്ന ആൻസർ ഒന്ന് തന്നെയാണെങ്കിൽ അതാണ് വെൽ ഡിഫൈൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളതിനെ നമുക്ക് സെറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. സാർ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം കളക്ഷൻ ഓഫ് സെറ്റ് ഓഫ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വവൽസ് ആരൊക്കെയാണ്? നമുക്കറിയാം, എ ഇ ഐ ഒ യു ഇവരാണ് വവൽസ്. നമ്മൾ വാക്കുകൾ തന്നെ പറഞ്ഞാൽ കൺസണൻസ് എന്ന് പറയും. അപ്പോൾ ഈ എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വവൽസ് ആണ്. അപ്പോൾ വവൽസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരങ്ങൾ ഈ എ ഇ ഐ ഒ യു ആയിരിക്കും. ഇങ്ങനെ പറയുന്നതിനാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. 2 എക്സാമ്പിൾ സാർ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ വെൽ ഡിഫൈൻഡ് അല്ല. അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ സാറ് പറയാം. ഇപ്പം നല്ല ടോപ്പ് 5 ആക്ടേഴ്സ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. നമ്മുടെ മലയാള സിനിമയിലെ ടോപ്പ് 5 ആക്ടർമാരെ പറഞ്ഞാൽ, ടോപ്പ് 5 ആക്ടർ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരോട് ചോദിക്കുമ്പം എല്ലാവരും ഒരേ ഉത്തരം പറയുക. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. എല്ലാവരും ഒരേ ആൻസർ പറയുമ്പോൾ ടോപ്പ് 5 മലയാളം ആക്ടർ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് വ്യക്തികളനുസരിച്ച് ആ ഉത്തരം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സാറിനോട് ചോദിച്ചാൽ, ഇപ്പോൾ സാറിന് ഇഷ്ടമുള്ള 5 ആക്ടേഴ്സിനെ സാറ് പറയും. ചിലപ്പോൾ വേറൊരാളോട്, ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന അതേ ഉത്തരം പറയുക. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആരൊക്കെയാണ്? അപ്പോൾ എല്ലാവരും ഒരേ ഉത്തരം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിലുള്ളവരോടൊക്കെ ചോദിക്കാം ഏറ്റവും നല്ല ആക്ടർ ഏതാണെന്ന്. അവർക്ക് ഇഷ്ടപ്പെട്ട ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ ഒരുപാട് പഴയുള്ള ആളുകളാണെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ ഉള്ള ആക്ടേഴ്സിൻ്റെ പേരൊന്നും ചിലപ്പോൾ പറയണമെന്നില്ല. അവർ പണ്ടത്തെ നസീറിൻ്റെയോ പണ്ടത്തെ ഉമ്മറിൻ്റെയോ അങ്ങനത്തെയൊക്കെ പേര് പറയാം. പക്ഷെ ഇന്ന് നമ്മളോട് ഇപ്പോൾ ചോദിക്കുമ്പം ഇന്നത്തെ ആക്ടേഴ്സിൻ്റെ പേരായിരിക്കും കുറേ പേര് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരേ ഉത്തരം വരത്തില്ല. അപ്പോൾ ഒരേ ആൻസർ ആണെങ്കിൽ, ഒരുപോലാണ് ഉത്തരമെങ്കിൽ അതിനാണ് മക്കളെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെൽ ഡിഫൈൻഡ്. അതുകൊണ്ടാണ് സാറ് ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ ആ ഒരു വേർഡ് റൗണ്ട് ചെയ്തത്. ഏത് വേർഡ്? വെൽ ഡിഫൈൻഡ് എന്നുള്ള വേർഡ്. കാരണം വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ? അത് സെറ്റാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് തരാം കുറേ സെൻറ്റൻസ് തന്നിട്ട് സെറ്റാണോ അല്ലേ നമുക്ക് എഴുതാം. അപ്പം ആദ്യം ഒന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. എല്ലാവരോടും ചോദിക്കുമ്പോൾ ഒരേ ഉത്തരം. ചിലരോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരം അറിയത്തില്ലായിരിക്കും. ഉത്തരം അറിയത്തില്ല എന്നുള്ളതല്ല, എല്ലാവർക്കും ഒരു ഉത്തരം, എല്ലാവർക്കും ഒരേ ഉത്തരമേ ഉള്ളൂ എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5 എന്ന് പറയുമ്പം 1 2 3 4 ഉള്ളൂ. ഇപ്പോൾ അറിയത്തില്ലെങ്കിലും നമ്മൾ ആരോടും അറിയാവുന്നവരോട് ചോദിച്ചാലും ഉത്തരം ഏതാണത്? 1 2 3 4 എന്നുള്ളതാണ്. കളക്ഷൻ ഓഫ് വവൽസ് എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു ആണ് വവൽസ്. അപ്പം പക്ഷേ ടോപ്പ് 5 മലയാളം ആക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരമാണ്. ഇനി വേറെ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് എന്ന് ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും ഒരേ ഉത്തരം പറയുക. ഇപ്പോൾ സാറിനോട് ചോദിക്കുമ്പോൾ സാറ് പറയുന്നത് സാറിന് പാമ്പിനെ പേടിയാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജീവികളെ പേടി, ആനയെ പേടിയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മളിപ്പം പാമ്പിനെ പേടി, ഒരു സ്നേക്ക് മാസ്റ്റർ ഒരു പാമ്പിനെ പിടിക്കുന്ന ആളിനോട് ചെന്നിട്ട് നമ്മൾ
ചോദിച്ചാൽ അയാൾ പാമ്പിനെ പേടിയാണെന്ന് പറയുക, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പാമ്പിനെ പേടിയാണെന്ന് പറയത്തില്ല. ഇപ്പോൾ ഒരു ആനയെ നോക്കുന്ന ഒരാളോട് ചോദിച്ചാൽ ആനയെ പേടിയാണെന്ന് പറയുക ഇല്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ പാമ്പിനെ പേടിയാണെന്നോ അല്ലെങ്കിൽ സിംഹത്തിനെ പേടിയാണെന്നോ കടുവയെ പേടിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതുമായിട്ട് ഇടപഴകുന്നവർക്ക് അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനെ പേടിയില്ലായിരിക്കും. ഇപ്പം ഒരാൾക്ക് പേടിയുള്ളൊരു മൃഗത്തിന് മറ്റൊരാൾക്ക് പേടിയില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പം അതിനെല്ലാം ഒരേ ഉത്തരേ വരത്തുള്ള. ആരോട് ചോദിച്ചാലും ഇതിന് സെയിം ആൻസർ വരിക ഇല്ല, മാറിക്കൊണ്ടിരിക്കും. കാരണം മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഓരോ ആനിമൽസ് ആയിരിക്കും. ഇപ്പോൾ ചെറിയ ചില ജീവികളെ പോലും ചിലർക്ക് പേടിയായിരിക്കും. അപ്പം എല്ലാവരുടെയും ലിസ്റ്റ് ഒന്നല്ല. അതുകൊണ്ടാണ് ഇതെന്താകത്തില്ല, ആദ്യം പറഞ്ഞ 2 പേര് സെറ്റാണ്, മൂന്നാമതും നാലാമതും പറഞ്ഞവർ സെറ്റല്ല. ഇവർ സെറ്റാണ്, ഇത് സെറ്റാണ്. ഈ 2 പേരും മൂന്നാമതും നാലാമതും നമ്മൾ എഴുതിയ ആളുകൾ നോട്ട് എ സെറ്റാണ്, സെറ്റല്ല. ഓക്കെ, അപ്പോൾ എന്താണ് സെറ്റ് എന്നും എന്താണ് സെറ്റ് അല്ലാത്തതെന്നും മനസ്സിലായല്ലോ. സെറ്റിൻ്റെ ഡെഫിനിഷനും മനസ്സിലായി. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളതിനെ മാത്രമേ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ കുറേ കളക്ഷൻ ഉണ്ട്, എന്തെങ്കിലും കുറച്ച് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് സെറ്റ് ആകത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ സെറ്റ്സ്? താഴെ തന്നിരിക്കുന്ന 5 ചോദ്യത്തിൽ ഏതൊക്കെയാണ് സെറ്റ്, ഏതൊക്കെയാണ് സെറ്റ് അല്ലാത്തത്? സെറ്റ് ആയതിൻ്റെ നേരെ നമുക്ക് സെറ്റ് എന്ന് എഴുതാം, സെറ്റ് അല്ല എങ്കിൽ നോട്ട് എ സെറ്റ് എന്ന് എഴുതാം. കേട്ടോ, ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ജെ എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങുന്ന മാസങ്ങൾ. ഇംഗ്ലീഷ് മാസങ്ങളിൽ ഉണ്ടല്ലോ, ഏതൊക്കെയാണ് ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ? ജനുവരി ജെയിൽ തുടങ്ങുന്ന മാസമാണ്, ജൂൺ ജൂലൈ ഈ 3 മാസങ്ങളാണ് ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ. അപ്പോൾ അത് സെറ്റാണോ? ഇംഗ്ലീഷ് മാസത്തിൽ ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഉത്തരം തന്നെ പറയത്തില്ലേ? ജനുവരിയും ജൂണും ജൂലൈയിലേ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്? സെറ്റാണ്. ഓക്കെ, മക്കളെ അടുത്ത 2ാമത്തെ ചോദ്യം. ദ കളക്ഷൻ ഓഫ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും നല്ല റൈറ്റേഴ്സ്, എഴുത്തുകാരൊക്കെയെന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എഴുത്തുകാരൊക്കെയെന്ന് ചോദിച്ചാൽ അത് എല്ലാവരും ഒരേ ഉത്തരം പറയുമെന്ന് ആലോചിക്കുക. അപ്പോൾ കുറേ എഴുത്തുകാരുണ്ട്, നല്ല കുറേ എഴുത്തുകാരുണ്ട്. പക്ഷേ എല്ലാവരോടും ചോദിക്കുമ്പം ഇതിൻ്റെ ആൻസർ ഇപ്പം ജെയിൽ തുടങ്ങുന്ന മാസങ്ങൾ ചോദിക്കുമ്പം എല്ലാവരും ജനുവരിയും ജൂണും ജൂലൈയും പറയുന്ന പോലെ റൈറ്റേഴ്സിൻ്റെ പേര് ചോദിച്ചാൽ, നല്ല റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ ഉത്തരം പറയുമോ? പേഴ്സണലായിട്ട് ഓരോരുത്തർക്ക് ചോയ്സ് ഉണ്ട്. ചിലപ്പം ഒരു റൈറ്ററിനെ ഒരാൾക്ക് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ആ റൈറ്ററിനെ വേറൊരാൾക്ക് ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല. പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്, എല്ലാവരും ഒരേ ഉത്തരം പറയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്തല്ല, സെറ്റല്ല. നമ്മൾ എന്ത് പറയും? നോട്ട് എ സെറ്റ് എന്ന് പറയും. മക്കളെ അടുത്തത് പ്രൈം നമ്പർ ലെസ് ദാൻ 10. 10ൻ്റെ താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ്. ഓക്കെ, പ്രൈം നമ്പർ ആരൊക്കെയാണ് 10ൻ്റെ താഴെ വരുന്ന പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആൻഡ് നമ്പർ ഇറ്റ് സെൽഫ്. 1 കൊണ്ടും ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ മാത്രം വരുന്നത്. ഇപ്പം 1 എന്ന് പറയുന്നത് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്, പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. ചെറിയ പ്രൈം നമ്പർ ഏതാ? 2 ആണ്. 2 ആലോചിച്ചാൽ മതി നിങ്ങൾ. 2 × 1 2, 1 × 2 2. അപ്പം 2 ഒരു പ്രൈമാണ്. പിന്നെ ആരാ? 3 ഒരു പ്രൈമാണ്. കാരണം 3 × 1 3, 1 × 3 3. അത് മാത്രമേ ഉള്ളൂ. വേറെ വല്ലതും ഇൻറ്റു ചെയ്യുമ്പോൾ 3 കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷേ 4 എന്തല്ല? പ്രൈം അല്ല, കോമ്പോസിറ്റ് ആണ്. കാരണം 4 × 1 4, 1 × 4 4. അത് കൂടാതെ ശ്രദ്ധിക്കണം 2 × 2 4 ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് വരും? പ്രൈം നമ്പർ ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആരൊക്കെ വരും? 2 വരും, 3 വരും, 5 വരും, 6 വരുമോ? ഇല്ല. കാരണം 1 × 6 6 × 1 അല്ലാതെ 3 × 2 ഉണ്ട്, 6 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 6 വരത്തില്ല. 7 വരും. കാരണം 7 × 1 1 × 7. അത് മാത്രമേ ഉത്തരം 7 ആയിട്ട് വരത്തുള്ളൂ. വേറെ എന്തെങ്കിലും നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 7 വരുന്നുണ്ടോ? അപ്പോൾ 1ഉം ആ നമ്പരും അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻറ്റു ചെയ്യുമ്പം അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? അതിന് നമുക്ക് പ്രൈമെന്ന് വിളിക്കാൻ പറ്റത്തില്ല. 1ഉം ആ നമ്പരും മാത്രമേ ഉള്ളെങ്കിലേ പ്രൈമെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ വേറെ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ പ്രൈമെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പം 7 പ്രൈമാണ്. ഇനി 8 പറ്റുക? 8 പ്രൈം ആകത്തില്ല. കാരണം 4 × 2 8 ആണ്. ഇനി 9 ആവുക? ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഏതുവരെ ഉള്ളു? 2 3 5 7. 10ൻ്റെ താഴെയുള്ള പ്രൈം ഇത്രയേ ഉള്ളൂ. ആരോട് ചോദിച്ചാൽ അത് തന്നെയാണ് ആൻസർ. അപ്പോൾ അത് സെറ്റാണ്. ഇനി മക്കളെ 4ാമത്തെ ചോദ്യം. ദ ഡേയ്സ് ഇൻ എ വീക്ക്. ഒരു ആഴ്ചയിലെ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്ന് പറഞ്ഞ് പോകും. അപ്പം ഒരു ആഴ്ചയിൽ 7 ദിവസങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ പറയത്തുള്ളൂ. മൺഡേ മുതൽ സൺഡേ വരെ എല്ലാവരും ഒരേ ഓർഡർ തന്നെയല്ലേ പറയത്തുള്ളൂ.
അല്ലെങ്കിൽ അത് തന്നെയല്ലേ ഉത്തരം വരത്തുള്ളൂ, വേറെ ഉത്തരങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതും എന്താണ്, സെറ്റാണ്. മക്കളെ ലാസ്റ്റ് ശ്രദ്ധിക്കുക, അഞ്ചാമത്തത് ദ കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. സുന്ദരമായ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂവുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് എന്താണ്, ഓരോരുത്തരോട് ചോദിക്കുമ്പം പേഴ്സണലായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടൊരു പൂ വേറൊരാൾക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പം അത് മാറിക്കൊണ്ടിരിക്കും ഉത്തരങ്ങൾ. അപ്പോൾ അതും എന്താണ്, നോട്ട് എ സെറ്റാണ്. മക്കളെ ശ്രദ്ധിക്കുക, അടുത്ത നമ്മൾ സെറ്റ്സ് ആൻഡ് ദിയർ റെപ്രസെൻറ്റേഷൻസ്, സെറ്റുകളും അതിൻ്റെ റെപ്രസെൻറ്റേഷനുകളുമാണ് പഠിക്കാൻ പോകുന്നത്. മക്കളെ മെയിൻ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം, സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. എന്ന് വെച്ചാൽ സെറ്റുകളെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ്. അതിന് മുമ്പ് ഇപ്പം നാച്ചുറൽ നമ്പർ ആദ്യം പറഞ്ഞ എക്സാമ്പിളാണ്. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5 എന്ന് പറയുമ്പം എൻ്റെ ആൻസറായിട്ട് ഏതൊക്കെയാണ് വരുന്നത്, 1, 2, 3, 4 ആണ്. മക്കളെ സെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാത്രം എഴുതിയാൽ അതൊരു സെറ്റാകത്തില്ല. ഈ ഒരു 2 ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോഴാണ് അതൊരു സെറ്റാകുന്നത്. ഈ ബ്രാക്കറ്റിനെ പറയുന്നതാണ് ഓപ്പൺ ബ്രാക്കറ്റ്, ഓപ്പൺ സെറ്റ് ബ്രാക്കറ്റ്. ഇയാളെ പറയുന്നതാണ് ക്ലോസ്ഡ് സെറ്റ് ബ്രാക്കറ്റ്. ഓപ്പൺ സെറ്റ് ബ്രാക്കറ്റും ക്ലോസ്ഡ് സെറ്റ് ബ്രാക്കറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് ഈ ഓപ്പൺ സെറ്റ് ബ്രാക്കറ്റ്, ഈ ഓപ്പൺ ചെയ്തതിന് ഓപ്പൺ സെറ്റ് ബ്രാക്കറ്റ്, ക്ലോസ് ചെയ്തതിന് ക്ലോസ്ഡ് സെറ്റ് ബ്രാക്കറ്റ്. ഇനി അത് കൂടാതെ വേറൊരു പേര് പറയും, ഇതിനെ പറയുന്നത് ഓപ്പൺ ബ്രേസ്, ഓപ്പൺ ബ്രേസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ബ്രേസ്. ഇപ്പോൾ രണ്ടിനെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ബ്രാക്കറ്റ്സ് എന്ന് പറയാം. രണ്ടിനെ ചേർത്ത് നമ്മൾ പറയുന്നതാണ് സെറ്റ് ബ്രാക്കറ്റുകൾ, സെറ്റ് ബ്രാക്കറ്റ്സ്. അല്ലെങ്കിൽ രണ്ടിനെ ചേർത്ത് പറയുന്നതാണ് ബ്രേസസ് എന്ന് പറയും. ഒന്നില്ലെങ്കിൽ സെറ്റ് ബ്രാക്കറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓർ ബ്രേസസ് എന്ന് പറയാം. അതുപോലെ ഇവിടെയും ഓപ്പൺ ചെയ്യുന്നതിന് ഒന്നില്ലെങ്കിൽ ഓപ്പൺ സെറ്റ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ബ്രേസ്. ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് ക്ലോസ്ഡ് സെറ്റ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ബ്രേസ് എന്ന് പറയാം. ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ബ്രാക്കറ്റുകളുടെ അകത്ത് നല്ലോണം പഠിച്ചോണം. ബ്രാക്കറ്റ് ഇടുന്നത് ആദ്യം കുറേ പേർക്ക് തെറ്റാറുണ്ട്. ഈ ബ്രാക്കറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇട്ട് പഠിക്കുക. ഓക്കെ, ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. ഈ 2 ബ്രാക്കറ്റിൻ്റെ അകത്തും ഈ എലമെൻറ്റുകൾ എഴുതിയോണ്ട് മാത്രം സെറ്റായില്ല. അതുപോലെ സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുമ്പം എ തൊട്ട് ഇസഡ് വരെയുള്ള എല്ലാ ലെറ്റേഴ്സിൽ ഏതും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എ ഈക്വൽ. അപ്പം നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5 എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എ തൊട്ട് ഇസഡ് വരെയുള്ള ഏതെങ്കിലും ഒരു ആൽഫബറ്റ് എടുത്ത്, ഇപ്പോൾ എ ആയി ഇവിടെ എടുത്തത്, എ ഈക്വൽ ഓപ്പൺ എന്നാണ് സെറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എലമെൻറ്റ്സ് എഴുതി ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് അത് പ്രോപ്പർ സെറ്റ് ആകുന്നത്. ഇതിനാണ് കറക്റ്റ് എന്താണ് സെറ്റിൻ്റെ പക്കാ ഒരു ഫോം എന്ന് പറയുന്നത്. ഈ ഫോമിലാണ് ഒരു സെറ്റ് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. മക്കളെ സെറ്റിൻ്റെ അകത്ത് വരുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണെന്ന് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. എങ്കിലും മക്കളെ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഉത്തരത്തിലും അകത്തും ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതാണ് സെറ്റും അതിൻ്റെ റെപ്രസെൻറ്റേഷനും. ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് നോക്കുക. ഈ സെറ്റിൽ വരുന്ന ഓരോ ആളുകളെയും നമ്മൾ വിളിക്കുന്നത് എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് എന്നാണ്. സെറ്റിൽ വരുന്ന ഓരോരുത്തരും എലമെൻറ്റ്സ് ആണ്. ഇപ്പം 1 ഒരു എലമെൻ്റ് ആണ്, 2 ഒരു എലമെൻ്റ് ആണ്, 3 എലമെൻ്റ് ആണ്, 4 എലമെൻ്റ് ആണ്. നമ്മളിപ്പം എ എന്ന് പറയുന്ന സെറ്റിൻ്റെ എലമെൻ്റ് അല്ലേടാ 1. നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, 1 എലമെൻറ്റ് ഓഫ് എ. 1 എ എന്ന് പറയുന്ന സെറ്റിൻ്റെ എലമെൻ്റ് ആണ്. ഇത്രയും എഴുതുന്നതിന് പകരം 1 എലമെൻ്റ് ഓഫ് എന്ന് എഴുതുന്നതിന് പകരം ഒരു സൈൻ കൊടുക്കാൻ പറ്റും നമുക്ക്. 1 ഈ ഒരു സൈൻ കൊടുക്കുക, ഇ എന്ന പോലത്തെ ഒരു സൈൻ കൊടുക്കുക. ഇത് എങ്ങനെ വായിക്കുന്നത്, 1 എലമെൻ്റ് ഓഫ് എ എന്ന. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ടോ എലമെൻറ്റ്, 2 എലമെൻ്റ് ആണ്. അപ്പോൾ എന്തെഴുതാം, 2 എലമെൻ്റ് ഓഫ് എ. ഇപ്പം 3 എലമെൻ്റ് ആണ്, അപ്പോൾ 3 എലമെൻ്റ് ഓഫ് എ. 4 എലമെൻ്റ് ആണ്, 4 എലമെൻ്റ് ഓഫ് എ. 5 ഇപ്പം ഇവിടുത്തെ എലമെൻ്റ് അല്ല. അപ്പം 5 ഇവിടുത്തെ എലമെൻ്റ് അല്ല എന്ന് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്, എലമെൻറ്റ് നോട്ട് ആൻ എലമെൻ്റ് എന്നാണ് പറയുന്നത്. അത് എലമെൻ്റ് എന്നുള്ള ചിഹ്നം കൊടുത്തതിന് ശേഷം നമ്മൾ എന്തൊരു കട്ട് ചെയ്യും. അതാണ് 5. ഇത് വായിക്കുന്നത് എങ്ങനെയാണ്, 5 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ. ഇപ്പം ഈക്വൽ കൊടുത്തിട്ട് നമ്മളൊരു ക്രോസ് ചെയ്താൽ നോട്ട് ഈക്വൽ എന്ന് വായിക്കത്തില്ല. അതുപോലെ ഇത് 1 ഇതൊക്കെ വായിക്കുന്ന എലമെൻ്റ് എന്നാണ്, എലമെൻ്റ് ഓഫ് എ. ഇപ്പോൾ 3 എലമെൻ്റ് ഓഫ് എ, 4 എലമെൻ്റ് ഓഫ് എ. ഇതെങ്ങനെ വായിക്കുന്ന 5 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ. ഇപ്പോൾ 0 ഇവിടുത്തെ എലമെൻ്റ് ആണ് ഈ കൂട്ടത്തിൽ, ഈ സെറ്റ് എയിൽ എലമെൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് 0 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ. ഓക്കെ, സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷനിൽ പ്രധാനപ്പെട്ട നമ്മൾ കുറച്ച് സെറ്റും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്നത്. അതിൽ ഇനി സെറ്റിനെ മെയിനായിട്ടും മെയിൻലി റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 ഫോമുകളുണ്ട്. അതിനെ പറയുന്നതാണ്, ഒന്ന്
റോസ്റ്റർ ഫോം, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടാബുലാർ ഫോം. റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം. മറ്റൊരു പേരാണ് സെറ്റ് ബിൽഡർ ഫോം. ഈ രണ്ട് ഫോമും നമ്മൾ നല്ലോണം പഠിച്ചിരിക്കണം. റോസ്റ്റർ ഫോം വന്നിട്ട് ബിൽഡർ ഫോമിലേക്ക് ആക്കാനും ബിൽഡർ വന്നിട്ട് റോസ്റ്ററിലേക്ക് ആക്കാനും നമുക്ക് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് പറയാം. അപ്പോൾ മക്കളെ, നമ്മൾ ആദ്യമേ പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5, 5ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പറുകൾ ഏതൊക്കെയാണ്? ആ പറയുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 5ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പർ ആരൊക്കെയാണ്? ഇപ്പോൾ 1, 2, 3, 4. ഇതാണ് 5ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. മക്കളെ, ഈ വരുന്ന ഓരോരുത്തരെയും വിളിക്കുന്ന എലമെൻറ്റ്സ് എന്നാണ്. ഈ എലമെൻറ്റുകളെ കോമയിട്ട് എഴുതി അതിനെ സെറ്റ് ബ്രാക്കറ്റുകളിലാക്കി ഒരു ലെറ്ററും കൊടുത്ത് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇങ്ങനെ എഴുതുന്ന ഫോമിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ടാബുലാർ ഫോം. ഒരു നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആൻസർ 1, 2, 3, 4. അതിനെ സെറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്തിട്ട് കോമകളിട്ട് സെപ്പറേറ്റഡ് ബൈ കോമാസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കോമ ഇടുക, സെറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടുക, ആ ക്യാപിറ്റൽ ലെറ്ററിൽ ഏതെങ്കിലും ഒരു ലെറ്ററും കൊടുക്കുക. അപ്പോൾ അതിനെയാണ് എന്ത് ഫോം എന്ന് വിളിക്കുന്നത്? റോസ്റ്റർ ഫോം. ഇതേ എക്സാമ്പിളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ബിൽഡർ ഫോം പറയാം. മക്കളെ, ഇപ്പം ബിൽഡർ ഫോം ആകുമ്പം A ഈക്വൽ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ബിൽഡറിലോട്ട് മാറ്റി പറയാം. ബിൽഡർ എന്ന് പറയുമ്പം നമ്മൾ ഈ എഴുതിയ ഈ ഒരു നമ്പേഴ്സ് നോക്കിയിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഈ പറയപ്പെടുന്നത് ആളുകൾ ആരൊക്കെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പം നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5 ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പെട്ടെന്ന് ഈ ഒരു 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പേഴ്സ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എന്ത് വരും? 1, 2, 3, 4. എടാ, ഇത് നാച്ചുറൽ നമ്പർ അല്ലേ? ആദ്യത്തെ 4 എണ്ണൽ സംഖ്യകളല്ലേ? അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എവിടം വരെ ഉണ്ട്? ഇല്ല, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. എവിടെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്? 5നേക്കാൾ താഴെയുള്ളവരല്ലേ? അപ്പം 5ൻ്റെ താഴെയുള്ള നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. പക്ഷെ അതും നമ്മൾ എഴുതുന്ന ഒരു ചുമ്മാ എഴുതിയാൽ പോലെ ഒരു സെറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടി എഴുതിയിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം, നമ്മൾ ഇവിടെ ഈ ഓരോ ആളുകളെയും, ഇവിടെ ഈ വന്നേക്കുന്ന ഓരോ ഉത്തരങ്ങളെയും നമ്മൾ എക്സുകളായിട്ടാണ് കാണുന്നത്. അപ്പം എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്ന കുറച്ച് എലമെൻറ്റുകളുണ്ട്. സച്ച് ദാറ്റ് അത് എന്താണെന്ന് വെച്ചാൽ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്താണ്? ലെസ് ദാൻ 5 എന്ന് പറഞ്ഞ് എഴുതി ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. അപ്പം ഈ എഴുതിയേക്കുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. കുറച്ച് നമ്പേഴ്സ് പറക്കി എഴുതുന്നു, കോമ ഇട്ട് അതെല്ലാം കൂടെ എഴുതുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇതാണ് റോസ്റ്റർ ഫോം. അതിനെ തന്നെ സെൻറ്റൻസിൽ എഴുതിയാൽ അതിനെ വിളിക്കുന്നതാണ് ബിൽഡർ ഫോം. ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടും പെട്ടെന്ന് പഠിക്കാം. കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റോസ്റ്ററിനെ ബിൽഡർ ആക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, പിന്നെ ബിൽഡറിനെ റോസ്റ്റർ ആക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അപ്പം പേര് നോക്കുമ്പോൾ മക്കളൊന്ന് വായിച്ചത് റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം. ഏതാ വലിയ പേര്? സെറ്റ് ബിൽഡർ ഫോം എന്നുള്ള പേരല്ലേ വലിയ കൂട്ടത്തിൽ. അപ്പം വലുതായിട്ട് നീട്ടി വലിച്ചെഴുതുന്നത് ബിൽഡർ ഫോം. ചുരുക്കത്തിൽ ഇങ്ങനെ നമ്പർ മാത്രം എടുത്തെഴുതുന്നത് റോസ്റ്റർ ഫോം. അങ്ങനെ മൈൻഡിലൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ഇതിനെ പറയുന്ന എന്താണ്? റോസ്റ്റർ ഫോം എന്ന്. ഇതിനെ തന്നെ നമ്മൾ ബിൽഡറിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ്. ഇതൊരു ഫോമാണ്, ഒരു ഫോം ഓർത്ത് വെക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഇത് കാണുമ്പം നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5 എന്ന ഒരു ഐഡിയ വരുന്നത്. 5ൻ്റെ താഴെ വരുന്ന നാച്ചുറൽ നമ്പർ. അപ്പോൾ നമ്മൾ എഴുതുന്നതാണ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. കുറച്ചുകൂടെ ആ ഒരു പ്രോപ്പർട്ടി കറക്റ്റ് സെറ്റ് ബിൽഡർ ഫോമിൻ്റെ കറക്റ്റ് ഒരു ഫോമാണിത്. ആ ഫോം പഠിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്താണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് നമ്മളെന്താ പറയുന്ന ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പറയുകയാണ് ഇത് കുറേ എക്സുകളാണ്, ഒരു 2-3 എക്സുകൾ കിടപ്പുണ്ട് വെച്ചാൽ കുറച്ച് നമ്പേഴ്സാണ്. അത് സച്ച് ദാറ്റ് ആ നമ്പറുകൾ ആരാണെന്ന് വെച്ചാൽ എക്സ് ഈസ് എ, ആ എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറുകളാണ് ലെസ് ദാൻ 5. 5ൻ്റെ കുറേ എക്സുകളാണ്, ആ എക്സുകൾ നാച്ചുറൽ നമ്പറാണ്. എത്രൻ്റെ താഴെയുള്ള? 5ൻ്റെ താഴെയുള്ള നാച്ചുറൽ നമ്പറുകൾ. ഇതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതാണ് ബിൽഡർ, ഇത് റോസ്റ്റർ. അവർക്ക് എങ്ങനെ തരാം? ഇതാണ് ഈ റോസ്റ്റർ ഫോം തന്നിട്ട് ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറയാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് പറയും അതിൻ്റെ എന്താണ് റോസ്റ്റർ ഫോം തന്നിട്ട് ബിൽഡർ എഴുതുമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കണം. തിരിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ തരാം, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. അതെന്ത് ഫോമാണ്? ബിൽഡർ ഫോമാണ് ക്വസ്റ്റ്യന് തരുന്നെങ്കിൽ ഏതിലോട്ട് മാറ്റാൻ പറയും? റോസ്റ്ററിലോട്ട്. ഒന്നില്ലെങ്കിൽ റോസ്റ്റർ തന്നിട്ട് അതിൻ്റെ ബിൽഡർ എഴുതാൻ പറയും, അല്ലെങ്കിൽ ബിൽഡർ തന്നിട്ട് അതിൻ്റെ റോസ്റ്റർ എഴുതാൻ പറയും. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനൂടെ ചെയ്യാം. അതിൻ്റെ മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. തന്നിരിക്കുന്ന സെറ്റുകളെ റോസ്റ്റർ ഫോമിൽ എഴുതുക.
അപ്പം ഈ ക്വസ്റ്റ്യൻ ഏത് ഫോമിലാണ്? സെറ്റ് ബിൽഡർ ഫോമാണ്. അതുകൊണ്ടാണ് അവർ ഏതിലേക്ക് മാറ്റാൻ പറയുന്നത്? റോസ്റ്ററിലേക്ക് മാറ്റാൻ പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം വന്നിട്ട് റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ പറയും, തിരിച്ച് റോസ്റ്റർ ഫോം വന്നിട്ട് ബിൽഡർ ഫോമിലേക്ക് എഴുതാനും പറയും. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാം 4 ക്വസ്റ്റ്യൻസും സെറ്റ് ബിൽഡർ ഫോമിലാണ്. എല്ലാത്തിൻ്റെയും ആൻസർ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുക. അതെ, ഒന്നാമത്തെ ആൻസർ A ഈക്വൽ എക്സ് സച്ച് ദാറ്റ്. കുറച്ച് എക്സുകളുണ്ട്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ലെസ് ദാൻ 6. കുറച്ച് എക്സുകൾ എഴുതണം, കുറച്ച് വാല്യൂസ് എഴുതണം. അത് നാച്ചുറൽ നമ്പറാണ്. 6ൻ്റെ താഴെയുള്ള നാച്ചുറൽ നമ്പർ ആരൊക്കെ വരുള്ള ആൻസറായിട്ട്? ഇതേ A ഈക്വൽ ആരൊക്കെ 6ൻ്റെ താഴെയുള്ളത്? 1, 2, 3, 4, 5. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് ബി എന്നും പറഞ്ഞാണ് എഴുതിയേക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു സെറ്റുകളെ ഏത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഏതുകൊണ്ട് ഡിനോട്ട് ചെയ്യാൻ? ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്താൽ മതി. എ തൊട്ട് ഇസഡ് വരെയുള്ള ലെറ്റേഴ്സിൽ ഏതും കൊടുക്കാം, ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താൽ മതി. അപ്പം എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ ആൻഡ് എന്താണ് എക്സ് ഇൻറ്റിജേഴ്സ് ആണ്. എക്സ് ഇൻറ്റിജറുകളാണ്. എവിടെ തൊട്ട് ഏതൊക്കെ ഇൻറ്റിജർ ഉണ്ട്? -3 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ 7. ഇത് റേഞ്ചാണ് പറയുന്നത്. നമ്മുടെ ഇൻറ്റിജേഴ്സ് എല്ലാ ഇൻറ്റിജറും വേണ്ട. -3 എക്സ് എന്ന് പറയുന്നത് -3യെക്കാട്ടി വലുതാണ്. -3യുടെ നേരെ കുത്താൻ ചെല്ലുന്ന പോലത്തെ ചിഹ്നം എന്ന് വെച്ചാൽ -3 ചെറുതാണെന്ന്, എക്സ് വലുതുമാണെന്ന് വെച്ചാൽ -3 ചെറുത്, എക്സ് വലുത്. അതിൻ്റെ അർത്ഥം -3യെക്കാട്ടി വലുതാണ് എക്സ്. -3യെക്കാട്ടി വലുതെന്ന് പറയുമ്പം നമ്മൾ നമ്പർ ലൈൻ വരച്ചാൽ അതിൻ്റെ അകത്ത് നടുക്ക് 0 കൊടുത്താൽ അങ്ങോട്ട് ഈ ലെഫ്റ്റിലോട്ട് -1, -2, -3 വരെ പറയുന്നുള്ളൂ. അങ്ങോട്ട് 7 വരെ പറയുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7. അവർ പറയുന്ന റേഞ്ച് -3യെക്കാട്ടി വലുതാണ്. -3 ഉണ്ട്, ഈക്വൽ എന്നുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് വെച്ചാൽ -3യും അതിനെക്കാട്ടി വലിയ നമ്പേഴ്സും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ -3 ഉണ്ട്, -2, -1 അങ്ങനെ പോകും. പിന്നെ പെട്ടെന്ന് നോക്കേണ്ടത് അടുത്തൊരു കണ്ടീഷനോടെ പറയുന്നുണ്ട്. -3യെക്കാട്ടി വലുതാണ്, പക്ഷേ 7നെക്കാട്ടി ചെറുതാണ്. 7 ആണ് ഇവിടെ വലുത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ നേരെ ആരോ നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം എക്സ് എന്ന് പറയുന്നത് 7നെക്കാട്ടി ചെറുതാണ്. -3യെക്കാട്ടി വലുതാകുന്ന അതേ സമയം തന്നെ 7നെക്കാട്ടി ചെറുതും. -3യെക്കാട്ടി വലുതെന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്പേഴ്സ് നമ്മൾ എടുക്കും. 7നെക്കാട്ടി ചെറുതെന്ന് പറയുമ്പം ആരെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ? 6. കാരണം മക്കളെ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകളെന്ന് പറയും. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ നമ്പേഴ്സിനാണ് നമ്മൾ ഇൻറ്റിജർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് മലയാളത്തിൽ പൂർണ്ണസംഖ്യകളെന്ന് പറയുന്നത്. അപ്പം 6 കഴിഞ്ഞാൽ അടുത്ത ഇൻറ്റിജർ 7 ആണ്. 6ൻ്റെയും 7ൻ്റെയും ഇടയ്ക്കുള്ള പോയിന്റ് നമ്പർ, ഡെസിമൽ നമ്പേഴ്സ് ഓഫ് ഫ്രാക്ഷനായിട്ട് വരുന്ന നമ്പേഴ്സ് ഒന്നും നമ്മൾ ഇൻറ്റിജേഴ്സിൽ ഉൾപ്പെടുത്താറില്ല. 1 കഴിഞ്ഞാൽ അടുത്ത ഇൻറ്റിജർ 2, അടുത്തത് 3, 4. അപ്പം നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സാണ് ഇൻറ്റിജേഴ്സ്. അപ്പം 7നെക്കാട്ടി ചെറുതെന്ന് പറയുമ്പോൾ 7ൻ്റെ തൊട്ട് പുറകിലുള്ള ഇൻറ്റിജർ ഏതാ? 6 ആണ് 7ൻ്റെ പുറകിലുള്ള ഇൻറ്റിജർ. അപ്പം 6 വരെ വരത്തുള്ളൂ. ഈക്വൽ ഉള്ളതുകൊണ്ട് -3യും വരും. അപ്പോൾ നമ്മൾ ആൻസർ ബി ഈക്വൽ -3, പിന്നെ ഏതാ -2, -1, 0, 1, 2, 3, 4, 5, 6 വരെ. ഇതാണ് നമ്മുടെ അതിൻ്റെ ആൻസറുകൾ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഈ എഴുതിയേക്കുന്നത്, റോസ്റ്റർ ഫോമിൽ എഴുതിയേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 8. എടാ, 2 അക്കം വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളിൽ 2 അക്ക സംഖ്യകൾ. 2 അക്ക സംഖ്യ എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? 10ലാണ് 2 അക്ക സംഖ്യ തുടങ്ങുന്നത്. 9 ഒറ്റക്ക സംഖ്യയല്ലേ? 10ൽ തുടങ്ങി തീരുന്ന എവിടെ? 99ലാണ്. ഈ 10 മുതൽ 99 വരെ ഉള്ളതിൽ ഏതാണ് മക്കളെ കൂട്ടുമ്പം 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സിൽ കൂട്ടുമ്പോൾ നമ്പർ തമ്മിൽ കൂട്ടുമ്പം 8 കിട്ടുന്ന നമ്പറുകൾ ഏതൊക്കെ? ഇപ്പം 10ൻ്റെ അകത്തുള്ള നമ്പർ 10 എന്ന് പറഞ്ഞാൽ 1ഉം 0ഉം ആണ്. 1ഉം 0ഉം കൂടെ കൂട്ടിയാൽ 1 + 0 1 അല്ലേ കിട്ടുന്നത്. ഇനി 11 എന്ന് പറഞ്ഞ നമ്പർ 1 + 1 2 അല്ലേ കിട്ടുന്നത്. അടുത്ത 12 1 + 2 3 അല്ലേ കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കൂട്ടുമ്പോൾ 8 കിട്ടുന്ന നമ്പർ ഏതാണ്? ഇപ്പം 17 1 + 7 1 7 കൂട്ടിയാൽ 8. അപ്പം ഈ സെറ്റിലെ ആദ്യത്തെ നമ്പർ ഏതാ? 17 ആണ്. സിമ്പിളായിട്ട് കിട്ടും 17. അടുത്ത 18 ഇല്ല, 19 ഇല്ല, 20 ഇല്ല. പിന്നെ ആ ഒരു 20 മുതൽ 29 വരെയുള്ള ആ ഒരു സെറ്റിൻ്റെ അകത്ത് ഒരു നമ്പറിനെ നമുക്ക് കിട്ടും. ഇപ്പം 17 കിട്ടിയതുപോലെ ആ 20 വരുന്ന ആ ഒരു സെറ്റിൽ 26 2 6 കൂട്ടുമ്പം 8 ആണ്. ഓക്കെ, 25 പറ്റുമോ? ഇല്ല, കാരണം 2 5 കൂട്ടുമ്പം 7 വരുന്നുള്ളൂ. അതുപോലെ തന്നെ 35. അപ്പം 1ൻ്റെ റേഞ്ചിൽ നിന്ന് ആ ഒരു
സെറ്റിൽ നിന്ന് ആ ഒരു റേഞ്ചിൽ നിന്ന് 17 കിട്ടി, 26, 35. അടുത്ത നമ്പർ ഏതാളാ? ദേ 44, 4 4 കൂട്ടിയാൽ 8. അടുത്തത് 53, 5 3 കൂട്ടിയാൽ 8. അടുത്തത് 62, 6 2 കൂട്ടിയാൽ 8. അടുത്ത 71, 7 1 കൂട്ടിയാൽ 8. അടുത്ത 80 വരും, 8 0 കൂട്ടിയാൽ 8. അടുത്ത 81 തൊട്ട് അങ്ങോട്ടുള്ള ഈ ഒരു 99 വരെ ഉണ്ടെങ്കിലും 81 മുതൽ 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പറിൻ്റെ അകത്ത് ആരും വരത്തില്ല. കാരണം അവരെല്ലാം കൂട്ടിയാൽ 8ൻ്റെ മുകളിൽ പോവും. നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതെങ്കിലും 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതിയാൽ പോരാ. അങ്ങനെയാണെങ്കിൽ 10 മുതൽ 99 വരെ വന്നേനെ. അതിൽ തന്നെ കൂട്ടുമ്പം എത്ര കിട്ടുന്ന സമ്മ്, അതിൻ്റെ തുക 8 കിട്ടുന്ന നമ്പേഴ്സ് മാത്രം മതി. അതാണ് 17, 26, 35, 44, 53, 62, 71, 80. മക്കളെ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. D ഈക്വൽ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദി വേർഡ് മാത്തമാറ്റിക്സ്. ഇതാണ് മക്കളെ വേർഡിൻ്റെ ചോദ്യമാണ്. വേർഡ്സിൻ്റെ ചോദ്യം ചോദിക്കും. എന്താണ് പ്രീവിയസ് ഇയർ ചോദിച്ചേക്കുന്ന കുറച്ച് വേർഡ്സ് ആണ്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനത്തെ വേർഡുകൾ ചോദിക്കും. അപ്പോൾ ഇവിടെ ബി ഈക്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻസർ എഴുതുന്നത് അതിൽ ലെറ്റേഴ്സ് മാത്രം പറക്കി എഴുതും. നമ്മൾ ഏതൊക്കെ ലെറ്ററുകളുണ്ട് അല്ല ശ്രദ്ധിക്കേണ്ടത് മക്കളെ, റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പം ലെറ്ററുകൾ ഒന്നിൽ കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. ഒന്നിൽ കൂടുതൽ വട്ടം റിപ്പീറ്റ് ചെയ്യരുത്. അതിലൊരു ഡെഫിനിഷനിലുണ്ട്, എന്താണ് സെറ്റിൻ്റെ അകത്തുള്ള ലെറ്റേഴ്സ് സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നതെന്ന്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് തരുന്നതെങ്കിൽ നമ്മൾ ഉത്തരത്തിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതി കൊടുത്താൽ മതി. അതെ, M, A, T ഓരോ ലെറ്റർ നമ്മൾ എഴുതുക. അടുത്ത ലെറ്റർ H, അടുത്തത് E, അടുത്തത് M എഴുതാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി M എഴുതി കഴിഞ്ഞു. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പം ഒന്നിൽ കൂടുതൽ വട്ടം ഒരു നമ്പർ ആണെങ്കിലും ഒരു ലെറ്റർ ആണെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സെറ്റിൻ്റെ റോസ്റ്റർ ഫോമിൻ്റെ റൂള്. അപ്പം E വരെ എഴുതി M എഴുതാൻ പറ്റത്തില്ല. A എഴുതാൻ പറ്റത്തില്ല, A ഓൾറെഡി ഒരു വട്ടം വന്നിട്ടുണ്ട്. T എഴുതാൻ പറ്റത്തില്ല, Tയും ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. I എഴുതാൻ പറ്റും, കാരണം I ഇതുവരെ എഴുതിയിട്ടില്ല. C എഴുതാൻ പറ്റും. പിന്നെ ഏതും പറ്റും, എസ്സും എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസർ. ലെറ്റർ വരുന്ന നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ വേർഡ്, ഇപ്പോൾ നിങ്ങളുടെ പേര് തന്നെ, ഇപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിന് പകരം ഇപ്പം ഫിസിക്സ്, അതിൻ്റെ ലെറ്റേഴ്സ് എഴുതുമ്പം റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പേര് ചുമ്മാ എഴുതിയിട്ട്, ഇപ്പോൾ ഒരു പേര് എഴുതി, ഇപ്പം സാറിൻ്റെ പേരാണ് ഇപ്പോൾ അഫ്നാസ്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതുക. ഒരു സെറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഇപ്പോൾ ഈ കൊല്ലം പറഞ്ഞാൽ ആൻസർ എഴുതുകയാണ്. അപ്പോൾ A, F, N, A എഴുതാൻ പറ്റുക? ഇല്ല, കാരണം A ഒരു വട്ടം ഉണ്ട്. എസ്. നിങ്ങൾക്ക് വേണം നിങ്ങളുടെ പേര് തന്നെ നിങ്ങൾക്ക് എഴുതി നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അവർ ചോദിക്കുന്ന വേർഡുകൾ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന വേർഡിൽ കുറേ ലെറ്റേഴ്സ് വേണം. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൽ തന്നെ എസ് കുറച്ച് വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ വേർഡ്സ് അവർ ചോദിക്കത്തുള്ളൂ. അപ്പം എഴുതി അത് പഠിക്കുക, ഓക്കെ ആക്കുക. അപ്പോൾ ഇതാണ് റോസ്റ്റർ ഫോമിൻ്റെ. മക്കളെ, നമ്മുടെ ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇപ്പം ഇതുവരെ എടുത്തു കഴിഞ്ഞത്. അടുത്ത പാർട്ടുമായിട്ട് നമ്മൾ ഉടനെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പാർട്ടുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.